ഈ വഴിയോരൊക്കെ നിൽക്കുന്നത് ഇതാ പൂഴിയും മണ്ണും എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഞങ്ങളെ അവസ്ഥ കണ്ട സാമ്യമായിട്ട് വീട്ടിലിരിക്കേണ്ട നമ്മളാണ്. ഇതാ പെൻഷനുമില്ല, ഒന്നുമില്ല, ഇങ്ങനെ ജീവിക്കുന്നു ഞങ്ങൾ. റോഡ് സൈഡ് ഒരു മാർക്കറ്റില്ല. എല്ലാ അവസ്ഥ ഞങ്ങളെ ഇതെല്ലാ പെണ്ണുങ്ങളും തന്നെ ഈ പാവപ്പെട്ട നമ്മളെല്ലാം തൊഴിലാളികളെ നമ്മളെ ചെയ്യുന്നു. എന്തെന്ന് ചെയ്യേണ്ടത്? നമ്മൾ എന്തെന്ന് ആക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ പോയി മരിക്കുന്നവരെ ജീവിക്കണ്ടേ? അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മൾ. സർക്കാർ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ തീരെ മൈൻഡ് ആക്കുന്നില്ല. സർക്കാർ പറഞ്ഞിട്ട് അവർ നമ്മളെ ഒരു എന്താ പറയണ്ടത്, അത് ശരിയാവും എന്ന് പറയുന്നല്ലാതെ നമുക്കൊന്നും ചെയ്തു തരുന്നില്ല. നമ്മളെന്താന്ന് ആക്കേണ്ടത്? നമ്മൾ അങ്ങനത്തെ അവസ്ഥയിലേ ഉള്ളത്. പെൻഷൻ വാങ്ങുന്നത് പെൻഷനൊന്നും കിട്ടുന്നില്ല. പെൻഷനൊന്നും മര്യാദയ്ക്ക് ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ നമ്മൾ അരികളൊന്നും കിട്ടുന്നില്ല. അപ്ലൈ ചെയ്ത് കിട്ടുന്നില്ല. എന്താണ് ഇപ്പോൾ സർക്കാരിന്റെ അനാസ്ഥയായിട്ടാണ് അത് കാണുന്നത്? കഴിഞ്ഞ ദിവസം സർക്കാർ പറയുന്നത് പിന്നെ ലോക്കൽ കാർ വാങ്ങിച്ചു, ആ കാർ വാങ്ങിച്ചുകൊണ്ട് കാറിലുകൊണ്ട് കിട്ടൂല. കഴിഞ്ഞ ദിവസം സാധാരണക്കാർക്ക് കൊടുക്കേണ്ട പെൻഷനാണ് വലിയ വലിയ ഉദ്യോഗസ്ഥർ വാങ്ങുന്ന ഒരു കേസ് ഇറക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ വാങ്ങുന്ന നമ്മ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയാണ്, നമുക്കെന്നെ ഇതുവരെ പെൻഷൻ കിട്ടിയില്ല. വലിയൊരു അനാസ്ഥയല്ലേ സർക്കാരിന്റെ ഭാഗത്ത്? വലിയൊരു അനാസ്ഥ, വലിയ വീഴ്ച തന്നെ. അതിനെക്കാട്ടി വലിയ വലിയ ആൾക്കാർക്ക് ഇത് പെൻഷൻ കൊടുക്കുന്നുണ്ട്, നമുക്ക് സാധാരണക്ക് നമുക്ക് കിട്ടുന്നില്ല. വൈകുന്ന അവർ തന്നാൽ ഞമ്മ വാങ്ങാം. അത്രേനെ ഞമ്മക്കെല്ലാം വൈകുന്നു അത്രേനെ. ഭാരതീയ പറയണ്ടേ റോഡ് സൈഡിന് തീ വെയിൽ കൊള്ളുന്നു. 3 മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട്, പെൻഷൻ കിട്ടിയിട്ടില്ല. അവര് വയസ്സപ്രായമായിട്ടുള്ളത് എന്താ പറയാനുള്ളത്? സർക്കാരിന്റെ സർക്കാരൊക്കെ കാണണം. സർക്കാരല്ലേ നമുക്ക് തരാത്തത്? ഇത് നമ്മൾ അടച്ച പൈസ നമുക്ക് കിട്ടുന്നില്ലോ. സാധാരണക്കാരെ ആൾക്കാർക്ക് ഭയങ്കര വൈക്കം കിട്ടാം. ഇല്ല, കൈയിട്ടുമായിരുന്നു അതന്നെ. നമുക്കൊന്നും സുഖമില്ല, മീൻ വിൽക്കാൻ വേണ്ടി സ്ഥലവുമില്ല. കാണുന്നില്ല റോഡുമ്മ വെച്ച് വിൽക്കുന്നത്. നമ്മളെല്ലാം കഷ്ടപ്പാട് പോലെ എന്ത് ചെയ്യണ്ടേ? സർക്കാർ കൊടുക്കാൻ ശേഷിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ വേണ്ടത്? നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാതെ നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയില്ല. കേന്ദ്രവും കേരളവും ഒത്തിട്ട് ചെയ്യേണ്ടതാണ്, അത് ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഈ വൃത്തികെട്ട പണിയെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത്. പെൻഷൻ്റെ കാര്യം ചോദിച്ചത് പെൻഷൻ കിട്ടിയിട്ടില്ല. പെൻഷൻ അപേക്ഷ ചെയ്തിരുന്നു, ഇതുവരെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അത് പാസ്സായിട്ടില്ല. മറ്റേ ഇതിൽ വരും പറഞ്ഞ് ഇതുവരെ കിട്ടിയിട്ടില്ല. സർക്കാർ നല്ല കാര്യം ചെയ്യുന്നുണ്ട്, അത് ജനങ്ങളിലേക്ക് എത്തണ്ടേ? എത്തിക്കഴിഞ്ഞാൽ നല്ലത് തന്നെ. എല്ലാവരും പെൻഷന് വേണ്ടി കാത്തു നിൽക്കുന്ന പാവങ്ങൾ. സർക്കാർ എല്ലാ കാര്യം അറിയുന്നുണ്ടല്ലോ, ജനങ്ങളും അറിയുന്നുണ്ട്. കൈയിട്ടിട്ട് വാരുന്നോ കാലിട്ട് വാരുന്നോ എന്ന് നമുക്കറിയില്ല. വലിയ കാര്യങ്ങൾ നടക്കുന്നു, ചെറിയ കാര്യങ്ങൾ നടക്കുന്നില്ല. ജനങ്ങൾക്കാണ് ഉപകാരം വേണ്ടത്, ഗവൺമെൻറ്റും ഉണ്ട്.